ഇവിടെ ആ കാണാണ്. ഇതാണ് കേട്ടോ പുളി വരക്കാണ്. പാർക്കിലേക്ക് പോവാ. ഇതാണുണ്ടോ? വർക്ക് കഴിഞ്ഞിട്ടില്ലേ? ഹേയ് ഹലോ എവ്രി വൺ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? ഇന്ന് നമ്മളൊന്ന് പുറത്ത് പോവുക. അപ്പോൾ പാർക്കിലാണ് ഇവിടെ അടുത്ത്. പിന്നെ അതുപോലെ തന്നെ അപ്പോഴുള്ള കുറച്ച് വിശേഷങ്ങളും എല്ലാം കാണാം. ദായിപ്പാപ്പ നല്ല ഉറക്കത്തിലിരുന്നു. അപ്പോൾ അവൻ ഉണരട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ കുറച്ച് ലേറ്റായി, എന്നാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ ഇറങ്ങുക. ഉറക്കത്തിൽ നിന്ന് എണീറ്റ ആ ഒരു ഇതുണ്ട് മുഖത്ത് നന്നായിട്ട്. പിന്നെ അല്ലൂർ ഇതും കൂടെ അവനെ ഇങ്ങനെ ഒന്ന് ചിയറപ്പാക്കി കൊണ്ടുവരിക. അങ്ങനെയൊന്നുമില്ല, പറ്റുകയാണെങ്കിൽ പോവാം. നമ്മൾ നേരെ വന്നത് റഷിഖാൻ്റെ ഷോപ്പിലാണ്. അങ്ങനെ താനും റഷിക്കും കുറച്ച് നേരം അവിടെ ഇരുന്ന്. അപ്പോഴേക്കും ഞാൻ പിന്നെ നമുക്ക് പാർക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ജ്യൂസും പിന്നെ അതുപോലെ കഴിക്കാൻ എന്തൊക്കെയോ എടുത്ത് പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ പോണ വഴിയിൽ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുല്ലൊക്കെ ആകെ മുളച്ച്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴ ഉണ്ട്. വാങ്ങാൻ പറ്റില്ലല്ലോ. എന്താ ഒരു നല്ല ഉണങ്ങിയിലെ ഒരു ബോട്ടിലെടുത്തിട്ട് ഈ ബ്രേക്കിന്റെ ഭാഗത്ത് വെക്കാം. അപ്പൊ നല്ലൊരു എക്സോസ്റ്റ് കിട്ടും. ഞാൻ കേൾപ്പിച്ചരാ. ഫസ്റ്റ് ചെറിയ ഇതുണ്ടാവും, പിന്നെ റെഡിയാവും. ദൂരക്ക് പോയ സൗണ്ട് കേൾക്കൂല. കേക്കുന്നുണ്ട്. നമ്മളെത്താറായിക്കുന്നു കേട്ടോ. കുറച്ചുകൂടെ ഉള്ളൂ. അവിടെ അങ്ങനെ മഴയൊക്കെ കൊണ്ടു. ചെറിയ ചാറ്റൽ മഴയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മഴ പെയ്യേണ്ടത് നമ്മൾ അറിയൂല. നമ്മളെ മേലിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ജസ്റ്റ് ഒരു മിസ്റ്റ് പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പോൾ പാർക്കിലെത്തി. പാർക്ക് മൊത്തത്തിൽ നല്ല പച്ചപ്പായിട്ടുണ്ട് കണ്ടോ. മറ്റേത് ആ ഒരു ഭാഗം മൊത്തം ഈ കല്ലും മണ്ണും ഈ ഒറിജിനൽ ഗ്രാസൊക്കെ പൊന്തി വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് വേണ്ട, ഇത് വേണ്ട. പുളി വരക്കാണ്. ചെറിയ പുളി കേട്ടോ, അച്ചിപ്പുളി വരക്ക. അത് പിന്നെ ഒരുപാടുണ്ട് കേട്ടോ. ആയി വരണുള്ളൂ. പക്ഷെ നല്ല പുളിയുണ്ട്. ചമ്മന്തിക്കൊക്കെ പാകമായിട്ടുള്ള. ഈ കുരുവൊന്നും ആയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ സീഡായിട്ടില്ല. ഒരുപാടുണ്ട്. നല്ല പൂക്കളും ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ മരമുണ്ട് കേട്ടോ പുളിയുടെ. വലിയ മരങ്ങളും ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ചെറുതാണ്, നമുക്ക് പറിക്കാൻ പറ്റണ അത്രേ ഉള്ളൂ. കണ്ടോ, ഇത്ര വരണുള്ളൂ മരങ്ങൾ. ഇപ്പം അവിടെ നിന്ന് അവിടെയൊക്കെ കാണുന്ന അതൊക്കെയും പുളി തന്നെയാണ്. ഒരുവിധമൊക്കെ പുളിയാണ്.
പിന്നെ ഈ അലറി മരം, ആല് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. മുരിങ്ങയാണ് കേട്ടോ, മുരിങ്ങയില. മുരിങ്ങ കായ ഉണ്ടാവും. ഇപ്പൊ നല്ല ഇലയുണ്ട്, അത് കുറച്ച് പറിക്കാണ്. ഉണ്ടോ, ഇത് വലിയ മര. കുറച്ചധികം പറിക്കുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാലോ. എപ്പോഴും ഒന്നിങ്ങനെ പൊട്ടിക്കലില്ല. അപ്പോൾ മഴ ഉള്ളതുകൊണ്ടാട്ടോ അത്രയും നല്ല ഫ്രഷാണ്. പൊടിയോ ഒന്നുമില്ല. കവറൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ സ്ട്രോളറിൽ വെച്ച് ഇതാ ഇത് മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. ഒന്ന് നെസ്റ്റോയിൽ പോവാന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, ഇത് ഷോപ്പിൽ വെച്ചിട്ട് വേണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ രണ്ടാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു നെസ്റ്റോയിൽ പോകണം, അവിടെ പുതിയ ഓഫർ വന്നിട്ടുണ്ട്. എപ്പോഴും ഓഫറാണ്. അപ്പോൾ എന്തോ അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം അവിടെ പോവാ. അങ്ങനെ നമ്മളിതാ നെസ്റ്റോളിലെത്തി. ആദ്യം ഗാർമെൻറ്റ്സ് ഏരിയയിൽ പോയി പുതിയ കളക്ഷൻസൊക്കെ വന്നിടണോ നോക്കി. പിന്നെ അതാ ടോയ്സ് ഏരിയയിൽ വന്ന് ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആവാറായി. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ് അവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ എന്തോ കളർ ബോക്സും സ്കൂൾ ഐറ്റംസൊക്കെ വാങ്ങിയിരുന്നു. ഇന്നലെ പറിച്ചെടുത്ത മുരിങ്ങയില, അതുപോലെ പുളി പറിച്ചില്ലേ ചെറിയ, അതാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് വെച്ചിട്ട് ഒരു പരിപ്പും കൂടെ ഇട്ട് കറി വെക്കും. പിന്നെ പുളി വെച്ചിട്ട് ഒരു ചമ്മന്തി ആക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാ വീക്കെൻഡ്സിലുമാണ് നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് പുറത്ത് പോവാറുള്ളത്. കാരണം നമുക്ക് പിറ്റത്തെ ദിവസം സ്കൂളുണ്ടാവില്ലല്ലോ. സ്കൂളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ആ ഒരു ടെൻഷനാവും. ലേറ്റായി കഴിഞ്ഞാൽ കുട്ടികൾ എണീക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാവും, കറക്റ്റ് ടൈം ഉറങ്ങാൻ പറ്റൂലേ, ഇങ്ങനെയൊക്കെ ഒരു ടെൻഷനാവും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ദിവസമാണ് നമ്മൾ ലേറ്റായിട്ട് വീട്ടിൽ വരാറുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വെള്ളിയാഴ്ചയായിരുന്നു, പിന്നെ ശനിയാഴ്ച, പിന്നെ വെള്ളിയാഴ്ചയാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് എല്ലാ ടൈമും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കണം ഒരു ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തേത് നല്ല ഹെവി ആയിട്ടുള്ള ഫുഡാവും, എല്ലാവരും നന്നായിട്ട് കഴിക്കും ചെയ്യും. അപ്പോൾ ശനിയാഴ്ച അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഫുഡാണ് ആക്കാറുള്ളത്. ഇലക്കറികളും ഇല വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഈ മുരിങ്ങ ഇലക്കറി എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു വികാരമാണ്. പിന്നെ അതിലേക്കിപ്പോൾ ഞാൻ ഒരു കോംബോ ആയിട്ട് ചിക്കനാണ് വെച്ചിരുന്നത്. പക്ഷേ ഉണക്കമീൻ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ഈ ഒരു പുളി ഇട്ടിട്ട് നമ്മൾ ചമ്മന്തി ആക്കുകയാണ്. അതും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ഒരു കോംബോ എനിക്കിഷ്ടമായി. ഞാൻ ചിക്കനൊന്നും എടുത്തില്ല, ഞാൻ ഈ ചമ്മന്തിയും മുരിങ്ങയിലക്കറിയും കൂട്ടി മാത്രം കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. മറ്റ് നല്ല മൊമെൻറ്റ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.